വണ്ടി ചേട്ടാ ചേച്ചി പോകാതെ. അയ്യോ ഞങ്ങൾക്കൊന്നും തരുന്നില്ലേ. അപ്പൊ ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം ഞങ്ങളിന്ന് വെളിയിൽ ഒന്ന് പുറത്തു പോവാണ്. അപ്പോൾ അത് ഞങ്ങളെല്ലാം റെഡിയായി. ഞങ്ങളുടെ റെഡ് ആൻഡ് റെഡ് ആൻഡ് ബ്ലൂ എല്ലാം റെഡിയായി കറങ്ങാൻ പോവാം. നല്ല വെയിലുണ്ട്, നല്ല തെളിച്ചോളാം. നോക്കി നല്ലൊരു സിനിമ കാണാൻ. കണ്ടാ കണ്ട 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 ഐസ് കെട്ടായിട്ടിരിക്കുന്ന കണ്ട. ഓ, ഫുൾ ഐസായിട്ടിരിക്കുക പണ്ടാരം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി. ഇനി വണ്ടിയിലേക്ക് പോവാണ്. ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലം, ഞാനും എൻ്റെ കെട്ടിയവരും ഞങ്ങൾ ഒരു 3 മാസം മുമ്പ് പോയ സ്ഥലമാണ്. 4 മാസം മുമ്പ് പോയ സ്ഥലമാണ് പാർക്ക് ഒമേഗ എന്ന് പറഞ്ഞ മറ്റേ ആനിമൽസിനെ കാണാൻ വേണ്ടി പോയില്ലായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. വിൻ്ററിലാണ് അത് വിസിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് കണ്ടു. അങ്ങനെ ഞങ്ങളിന്ന് പാർക്ക് ഒമേഗയിലായിട്ട് പോകുന്നു. അങ്ങനെ ഞാൻ വണ്ടി കയറി. അപ്പോൾ ആണ് അനുചേച്ചി ഇതുവരെ മഞ്ഞത്ത് ഫോട്ടോ എടുത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ്. കണ്ട ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങൾ ആദ്യം ഒന്നും കഴിച്ചിട്ടില്ല. ഇവിടെ സമയം 10:30 അപ്പോൾ ഞങ്ങൾ ചെമ്മുന്നൊരു ചായ റാപ്പും മേടിക്കാൻ വേണ്ടി ചെമ്മില്ല. അങ്ങനെ ഞങ്ങൾ റാപ്പും ചായയൊക്കെ മേടിച്ചു. ഞങ്ങളെല്ലാവരും തീറ്റയാണ്. അങ്ങനെ ഇപ്പൊ ഞങ്ങള് വാൻ ക്ലിക്ക് ഹില്ലെത്തി. നിങ്ങൾ ടൂലിപ്പൊക്കെ കാണാൻ വന്ന സ്ഥലം അതിവിടെയായിരുന്നു. എന്താണ് ഇതെന്നാ പൊക്കത്താ പാറ വരിക്കുന്നല്ലേ? ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് കാണണോ നമ്മളിവിടെ എത്തിയേക്കുന്നത്? കം ഓൺ എവരിബഡി, സീ നമ്മൾ വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതെവിടെയാണ്? പാർക്ക് ഒമേഗ. നമ്മൾ വീണ്ടും അന്ന് കണ്ട അതേ മൃഗങ്ങളെ കാണാൻ, അവരെ പറ്റിക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അന്ന് നമ്മൾ ക്യാറ്റ് മേടിച്ചു കൊടുത്തില്ല, ഇന്ന് നമ്മൾ ക്യാറ്റ് മേടിച്ചു കൊടുക്കില്ല. നമ്മളൊന്നും കൊടുക്കില്ല. നമ്മളിങ്ങനെ ഇങ്ങനെ കണ്ടിട്ട് ഇവിടെ ഇനിയിപ്പോ നമ്മൾ പൈസ കൊടുക്കണം, നല്ലൊരു തുകയാവും. അതിപ്പോ അനു കൊടുക്കുമല്ലോ അല്ലേ? വെട്ടനാട്ടെ സുശീല. അപ്പൊ അന്ന് വന്ന പോലെ തന്നെ ഞങ്ങൾ ആദ്യം ഇവിടെ ഒരു റെസ്റ്റ് റൂമിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇപ്പൊ ആദ്യം ഇവിടെ വരികയാണ്. അതെ, അത്യാവശ്യം കുടിക്കാനും അങ്ങനെയുള്ള കിട്ടുന്ന സ്ഥലം അത്. അപ്പൊ നമുക്ക് ആദ്യം എന്തെങ്കിലും കുടിക്കോ, നമ്മൾ വട്ടി പറിക്കണമെങ്കിൽ നമ്മളിവിടെ ഇടും. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ എത്തി. നല്ല വെയിലുണ്ട്, വെയിലിന് നല്ല ചൂടുണ്ട്. പക്ഷെ ഉണ്ടല്ലോ തണുത്തിട്ട് പാടില്ല. അപ്പൊ ഞങ്ങൾ ആദ്യം അകത്ത് കയറി. കഴിഞ്ഞാണ് വന്ന സെയിം സ്ഥലം തന്നെ, പക്ഷെ ഇത്തവണ വന്ന വിൻ്ററിലാണ്, വ്യത്യാസമുണ്ട്. അതെ, നല്ല കാറ്റുണ്ടേ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാ. താങ്ക് യു. കണ്ടാ, എന്നത് കാണിച്ച ഓർമ്മയുണ്ടോ? അന്ന് ഞങ്ങൾ വന്നപ്പോൾ നല്ല കളർഫുള്ളായിരുന്നു. ഇപ്പം ഈ താഴെ കാണുന്നത് ആക്ച്വലി ലേക്കാണ്. ഇത് ഒരു മഞ്ഞിൻ്റെ എന്താണ് പരവതാനി വിരിച്ച് അങ്ങനെയൊക്കെ എന്താണ് എന്തൊരു സാധനം. അയ്യോ, നല്ല നല്ല വെയിലുണ്ട്, പക്ഷെ കാറ്റടിക്കുമ്പോഴത്തേനും ഭയങ്കര തണുപ്പ്. അങ്ങനെ ഓരോ മുട്ടായിയൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇറങ്ങി 10-15 മിനിറ്റ് ഫൈനലി ഞങ്ങൾ എത്തി ഗൈസ്. കണ്ടോ, വീണ്ടും റോഡിൽ അട വരുന്നു നേരെ. ഞങ്ങൾ ക്യാരറ്റ് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ, പക്ഷെ ഞങ്ങളൊന്നും കൊടുക്കില്ല. അതാണ് അതിൽ അവരിത് മനസ്സിലാക്കാതെ പോകുന്നത് എന്താന്ന് എനിക്കറിയില്ല. നക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ബിഗ് വൺ ഓൺ ദി അതർ സൈഡ്. ഓ, നിങ്ങൾ വെറുതെ നോക്കുന്നതാണ്. യു നോ സംതിങ്. ഗൈസ്, ഞങ്ങളിപ്പോ ആദ്യം ഫസ്റ്റ് സെക്ഷൻ ഓഫ് മാനിനെ കണ്ട്. അങ്ങനെ ഞങ്ങൾ അന്ന് വന്നിരുന്ന ആ സ്ഥലം ലേക്ക് ഫുള്ളി ഇപ്പോൾ ഫ്രോസൺ ആയിട്ട് ഐസായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല കേട്ടോ, കാരണം മാൻ മാത്രമേ അങ്ങോട്ട് ഇറങ്ങിയതായിട്ട് കണ്ടുള്ളൂ. പിന്നെ നമുക്ക് ആ ട്രെയിൽ അങ്ങോട്ടൊന്നും പ്രവേശനമില്ല, അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഇനി തിരിച്ച് വണ്ടിയിലോട്ട് പോവാ. തണുപ്പ് അത്ര ടെമ്പറേച്ചർ ഇല്ല, പക്ഷെ എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. പിന്നെ ക്യൂബിക്കാണല്ലോ, അപ്പം നമ്മുടെ
ഒൻറ്റാരിയോ പോലല്ല, ഇവിടെ ഇച്ചിരി തണുപ്പ് കൂടുതലാണ്. ഗ്ലൗസ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ കാര്യമൊന്നുമില്ല. കൈയൊക്കെ മരച്ചു, മുഖിൽ കൂടെ വെള്ളം വരുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല. ചൊടിയൊക്കെ മറ്റേ കൊഞ്ഞ പിടിച്ച പോലെ ആവില്ലേ, അങ്ങനെയാണ് ഇപ്പം സംസാരിക്കുന്നത് ഞാൻ. ഈ വണ്ടിയിലോട്ട് പോവാ. ഇന്റർവ്യൂ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാൻ. കണ്ടോ, സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറാം. എല്ലാരും മറച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, കൈയോടെ ഇല്ല. എന്റെ കാലാണ് വിരലെല്ലാം മരച്ച്. കണ്ടോ ഗൈസ്, കണ്ടോ പന്നി വരുന്ന കണ്ടോ, പന്നിക്കുട്ടി. ഇവിടെ നമ്മുടെ മാനുകൾക്ക് ഇവര് പരിഭാഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭാഷ ഇവരോരോ കമന്റ് ആയിട്ട് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ചേട്ടാ ചേച്ചി പോകാതെ, അയ്യോ ഞങ്ങൾക്കൊന്നും തരുന്നില്ലേ, എന്നെ കൂടെ കൊണ്ടുപോ. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ. ഇതുകൊണ്ട് മുട്ടം വരുന്നുണ്ട്. ഇതുങ്ങൾ ഈ വന്ന് വണ്ടിയെ നക്കും ഗ്ലാസ്. വണ്ടി ഇവിടെ നക്കി വൃത്തിയാക്കി അവരിപ്പോ. കാട്ടുപന്നിയുടെ കൂട്ടിൽ കിടക്കുന്ന കണ്ടു. കണ്ടോ ഗൈസ്, ഞങ്ങൾ വീണ്ടും പന്നിക്കൂട്ടത്തിലേക്കാണ് വീണ്ടും പോകുന്നത്. സജ്ജേട്ട അവിടെ സേഫ് അല്ല. എന്നടാ അവിടെ പ്രശ്നം? അവര് പോവാണോ? എന്നാ നിങ്ങള് പോ. നമുക്ക് ഇടത്തോട്ടല്ലേ പോണ്ടേ, അത് വലത്തോട്ടാണ് പോണ്ടേ? നമ്മൾ അങ്ങോട്ട് ആരോ ഉണ്ടോ? ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാ. ഈ കാട്ടി മൊത്തം മരങ്ങളാണല്ലോ. എങ്ങനെ സാധിക്കുന്നു? മൂസിന്റെ കൂട്. അങ്ങനെ ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നെക്സ്റ്റ് ഇവിടെ ഇപ്പോൾ ഗിഫ്റ്റ് ഷോപ്പിൽ വന്നാണ് ഞാൻ. അവരപ്പോൾ വാഷ്റൂം പോയപ്പോൾ ഞാനിവിടെ ചുമ്മാ കയറാൻ നേരത്തെ കയറിയതാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ആർട്ട് എക്സിബിഷൻ ഉണ്ട് കേട്ടോ, ഞാൻ കാണിക്കാവേ. കുറച്ച് പെയിൻറ്റിങ്സൊക്കെ ആയിട്ട് ഉണ്ട് അവിടെ. കുറേ മൂസിൻ്റെ കൊമ്പും കാര്യങ്ങളും, പിന്നെ ചെറിയ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളും, ഇങ്ങനെ വള്ളം പോലത്തെ ഇതൊക്കെ ഇങ്ങനെ. അതായിരുന്നു അവർ കുറച്ച് ഇവിടെ 2019 ഇതിങ്ങനെ ചെയ്തതെന്നാണ്. അവിടെ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ട് അതിൻ്റെ. കൊള്ളാം, നല്ല രസമുണ്ട്. അന്ന് നമുക്കിത് കണ്ടില്ലായിരുന്നു, ഞങ്ങളിവിടെ ഗിഫ്റ്റ് ഷോപ്പ് കയറിയില്ലായിരുന്നു. താഴോട്ടങ്ങട്ടെ. അങ്ങനെ ഇപ്പോൾ വെളിയിലിറങ്ങി. അന്ന് ഞാൻ ഫോട്ടോ എടുത്ത കരടി ഇത് ഇന്ന് മഞ്ഞക്ക് മൂടി. കണ്ടോ? ഫ്രഞ്ച് വാനില കോഫി, മിൽക്ക്, കുറച്ച് വെള്ളം, പിന്നെ കാപ്പി. കണ്ടോ കാപ്പി കണ്ടോ ഒഴിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ടോ? കുറെ വെള്ളം. ഇളക്കലോ ഇളക്കൽ. ഞങ്ങളിപ്പോൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ ഇതേ വോൾഫിനെ കാണാൻ വേണ്ടി ട്രെയിനല്ല വഴിയുണ്ട് ചെറുതായിട്ട്, അതിലൂടെ നടക്കുകയാണ്. കണ്ടോ ഗൈസ്, നിങ്ങൾ കണ്ടോ? ഇതാണ് അതെ ചെന്നായ. നമ്മളെന്തെങ്ങനെ വായിലെന്ത് പക്ഷിയുണ്ട്? പക്ഷിയൊന്നുമല്ല, തൂവല. ഇപ്പൊ കേൾക്കും. കൂട്ട സമ്മേളനമാണ് ഗൈസ് ഇവിടെ നടക്കുന്നത്. ഇവര് കാര്യമായിട്ട് അത് ഏരിയ സമ്മേളനാന്ന് തോന്നുന്നു. കണ്ടോ, എല്ലാരും വളരെ അച്ചടക്കത്തോടെ ഇരിപ്പുണ്ട്. ഓ മൈ ഗോഡ്, രണ്ടുപേര് അന്വേഷിക്കാൻ വരുന്നുണ്ട്. അവരുടെ ഉച്ചമയക്കത്തിന്റെ നേരമാണ് ആക്ച്വലി. യുനോ
സി ഗായ്സ്, ഇവര് വരി വരിയായി പോവായിരുന്നു. നമ്മളെ കണ്ടുണ്ടോ? അവിടെ അവര് വരിയായിട്ട് പോകുന്നുണ്ടോ? നമ്മൾ പോലും ഇങ്ങനെ ലൈൻ തെറ്റിക്കാതെ പോവോ? അവര് ലൈനായിട്ട് പോകുന്നുണ്ടോ? റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോ കറക്റ്റ് ആയിട്ട് നോക്കി ഇറങ്ങി പോകുന്നുണ്ടോ? ഇതേ വേറെ ആൾ ഓടി വരുന്നുണ്ടോ? ആരത്? എന്താണ് കാര്യം? ആരാ? ഹലോ. അപ്പൊ ഗായ്സ്, ഞങ്ങൾ അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ ഇനി പോവുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. പാർക്കുമേക്ക ടാറ്റ. ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. വി ലവ്ഡ് എ ലോട്ട് എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറയണം. എങ്ങനെയുണ്ട് മക്കളെ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? അടിപൊളി. സത്യം പറയാം. ബൈ. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. ഇനി ഞങ്ങൾ നേരെ ഒട്ടാവയ്ക്ക് വിടുകയാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. പ്ലാൻ ഇല്ലാതെ പോകുമ്പോഴാണ് അപ്പോൾ ഇതിനൊരു ഭംഗിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ഇനി ഒട്ടാവയിലേക്കാണ് കളികൾ. അപ്പോൾ ഒട്ടാവ പോകുന്ന വഴി ഞങ്ങൾ അന്ന് വന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വീണ്ടും വരികയാണ്. ഇവിടെ ഫുൾ മഞ്ഞായിട്ട് കിടക്കാൻ നല്ല രസമുണ്ട്. ആ വാട്ടർഫോള് അന്ന് ഞങ്ങൾ തിരിച്ചു വന്ന വഴി ഒരു വാട്ടർഫോളിൽ കയറിയായിരുന്നു. എന്ത് പ്ലേസ് സെൻസ് എന്നോ അങ്ങനെ എന്തോ ആണ്, പ്രൊനൗൺസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഫ്രഞ്ചാണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഞങ്ങളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു. നടക്കാണ്, ഒരു 200 മീറ്റർ നടക്കാണ്ട്. ഓ മൈ ഗോഡ്, അന്ന് വന്ന പോലല്ല. ഞാൻ അതിന്റെ പഴയ വീഡിയോയും കൂടി ഇടാട്ടോ. ഒരു രക്ഷയില്ല. സീ, ഒരു മുക്കാലോളം ഫ്രോസൺ ആണ്. ബ്യൂട്ടിഫുൾ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ചായി. പിന്നെ നമ്മളൊരു ദിവസത്തെ വീഡിയോ ആണല്ലോ. ഇനി ഞങ്ങൾ ഒട്ടാവയിൽ വന്നു, ബേഷൂർ മാളിൽ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ മാളിൽ കയറിയതാണ്. കുറേ അതിൽ വെളിയിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ വെളിയിൽ ഇറങ്ങിയിട്ട് എല്ലായിടത്തും കൂടെ പോകുന്ന കരുതി. സത്യല്ലേ? മണ്ണര പോലെ. അങ്ങനെ എല്ലാം കഴിഞ്ഞു, ഫുഡും കഴിച്ചു. ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് യാത്രയാണ്. ഇന്നത്തെ ദിവസം ഫുള്ള് തീർന്നു. 10 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിലെത്തും. പിന്നെ കിടന്നുറങ്ങാം. നാളെ ജോലിയുണ്ട്. ബൈ.